പേര് PhD എടുക്കാൻ നമുക്ക് PGയുടെ ആവശ്യമില്ല. സയൻസും ആർട്സും ഒരേ സമയത്ത് നമുക്ക് പഠിക്കണം. 2 സെമസ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് മേജർ വരെ ചെയ്യാം. ഫൈവ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമുക്കറിയാം 1 into 2 into 3 into 4 into 5 ആണ്. ഇതുവരെ ഇന്ന് ഫസ്റ്റ് ഇയർ ക്ലാസ്സാണ്, അടുത്ത ക്ലാസ്സാണ്. ഇവിടെ ഫ്രണ്ടില് എല്ലാം ഫ്രണ്ടിലോട്ടിരിക്കാൻ മടിയുണ്ടോ? ഇവിടെ ഫ്രണ്ടിലോട്ടാണ് പറയുന്നത് കേട്ടോ. എല്ലാവരോടും ആണ് പറയുന്നത്, എല്ലാവരും ഫ്രണ്ടിലോട്ട് വരണം, മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രാ പ്ലസ് 100 ഫാക്ടോറിയൽ 15നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ. കോൺഗ്രുവൻസ് റിലേഷന്റെ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ്. ഇതൊക്കെ എനിക്ക് പഠിക്കണം. ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രാ പ്ലസ് 100 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 15നെ ഡിവൈഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞാൽ നമ്മുടെ മേജർ മാറ്റാണ് ബേസിക്സ് മിസ്സാവില്ലേ? അപ്പോൾ ഇതേപോലെ എന്താ ഒരുപാട് കാര്യങ്ങൾ നീനൊക്കെ ഇതിനെ പറ്റി അറിയില്ല. ഇതൊന്നും അറിഞ്ഞൂടല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രാ പ്ലസ് 100 ഫാക്ടോറിയൽ 15നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 3 ആണ് എന്നുള്ളതാണ്. എന്താണ് പ്രശ്നം? എന്താ കുറച്ച് നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു ഡൗട്ട് ചോദിച്ചാൽ സാർ, എന്ത് ചോദിച്ചോളൂ. നമ്മൾ ഈ 4 ഇയർ ഗ്രാജുവേഷൻ കോഴ്സിൽ സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞ് മേജർ മാറ്റാണ് നമ്മൾ ഈ ബേസിക്സ് ഒക്കെ മിസ്സാവില്ലേ? ഞാനത് പറയാൻ വേണ്ടി നല്ലതാണ്. ആ ഡൗട്ടാണോ പ്രശ്നമായിട്ട് ഉണ്ടാകുന്നത്? അത് നമുക്ക് പരിഹരിക്കാം. ഞാനത് FIUGP ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ക്ലാസ് കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ FIUGP നിങ്ങൾ കേട്ടിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. എന്നാലും കുറച്ച് ഡൗട്ടുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നമുക്ക് 3 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ എന്നുള്ളത് ഇപ്പോൾ 4 വർഷം കൊണ്ട് നേടാം എന്നുള്ളതാണ്. 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഡിഗ്രി കോഴ്സ് കിട്ടും. 4ാമത്തെ വർഷം പഠിക്കാനുള്ള യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 4 വർഷം കൊണ്ട് കോഴ്സ് വിത്ത് ഓണേഴ്സ് ഡിഗ്രി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് റിസർച്ചിന് പോകാം, അല്ലെങ്കിൽ PG 1 വർഷം കൂടെ നേടിയെടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് 4 വർഷത്തെ ഒരു പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റും സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള മേജറായിട്ട് സെലക്ട് ചെയ്യുന്ന മാത്തമാറ്റിക്സ് ഉണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് മൈനറായിട്ട് 1 മൈനറോ അല്ലെങ്കിൽ 2 മൈനറോ അല്ലെങ്കിൽ 2 കൂടുതലോ മൈനേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇനി വേറെ ഡിപ്പാർട്ട്മെന്റുകളിൽ പോകാനുള്ള അവസരവും നിങ്ങളുടെ മുന്നിലുണ്ട്. 15 ദിവസം നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമാണ് അല്ലെ, ഫസ്റ്റ് ഡേ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഡേ ആയിട്ട് നിങ്ങൾ ഇനി 15 ദിവസം ഈ ക്യാമ്പസ് മുഴുവൻ ഒന്ന് കാണും. ക്യാമ്പസിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഒന്ന് കണ്ട് അവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ഏതൊക്കെയാണ് സബ്ജക്ട്, നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരം. അപ്പോൾ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങളുടെ കരിയറിൽ ഡെവലപ്പ് ആകാൻ പറ്റുന്ന ഇഷ്ടംപോലെ സബ്ജക്റ്റുകൾ അവർ കോഴ്സായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള അവസരം. അപ്പോൾ മൈനറും മേജറും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. 1 വർഷം കഴിയുമ്പോൾ മൈനറായിട്ട് എടുക്കുന്ന സബ്ജക്ട് വേണമെങ്കിൽ മേജറാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൂടി നിൽക്കുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടുള്ള സബ്ജക്ട്, ഇപ്പോൾ വിദേശത്തുള്ള കോഴ്സുകളും കൂടി നമുക്ക് ചെയ്യാം. അത് ഇവിടെ അംഗീകരിക്കണമെന്ന് മാത്രം. അപ്പോൾ ക്രെഡിറ്റ് നമുക്ക് ഇതുപോലുള്ള കൂട്ടാം. ഇപ്പോൾ ഓൺലൈൻ കോഴ്സുകൾ നമുക്ക് ചെയ്യാം. അതോടൊപ്പം ഇനി നിങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ കോഴ്സ് പോരാ, നിങ്ങൾക്ക് വേറെ ഒരു കോഴ്സ്, വേറെ കോളേജിലുള്ള ഒരു കോഴ്സ്, കേരളത്തിലുള്ള മറ്റേതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് തരുന്നതാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു പൊരുളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടമുള്ള കോഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബേസിക്സ് നഷ്ടമാകുമോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ അത് നഷ്ടമാകാത്ത രീതിയിലുള്ള കോഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ പല വിവിധ തരത്തിലുള്ള കോഴ്സുകളാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസിന് പ്രത്യേകമായിട്ട് കോഴ്സുകൾ സെലക്ട് ചെയ്യാം. മാത്സ് ഉൾപ്പെടെ എക്കണോമിക്സിന് ഉൾപ്പെടെയുള്ള മാത്സ് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ കോഴ്സുകളൊന്നും പറ്റുന്നില്ല, മറ്റു കോഴ്സുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റു കോളേജുകളിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു വർഷം കഴിയുമ്പോൾ കോളേജുകൾ മാറാവുന്നതുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓൺലൈൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്കുള്ള ഇനിയുള്ള സംശയങ്ങളെല്ലാം ഇതിനോട് ചോദിക്കാവുന്നതാണ്. വർഷത്തിലധികം പൈതൃക പാരമ്പര്യമുള്ള കോളേജിലാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. NIRF റാങ്കിന് തുടർച്ചയായി 6ാം വർഷം 1ാം സ്ഥാനമാണ് നമുക്കുള്ളത്. അതുപോലെ നമ്മുടെ കോളേജില് 18 UG, 18 PhD, 21 PG പ്രോഗ്രാമുകളാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഗുണം നിങ്ങൾക്കാണ്. കാരണം നിങ്ങൾക്ക് വൈവിധ്യമാർന്ന കോഴ്സുകൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഭാഗ്യമുണ്ട്. നിങ്ങൾക്ക് മൈനർ സെലക്ട് ചെയ്യുന്നതിനൊക്കെ ഡൗട്ട് ഉണ്ടോ? ഉണ്ടാവുമല്ലോ സ്വാഭാവികമായി. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ദിവസം നിങ്ങൾക്ക് പല ദിവസങ്ങളിലായി ഈ 18 ഡിപ്പാർട്ട്മെന്റുകളിലും പോയി അവിടെയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് അവർ ഓഫർ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് മൈനറായിട്ട് സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, സ്വാഭാവികമായി പുതിയൊരു കോഴ്സ് വരുന്ന